ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് എൻ്റെ അനിയത്തി ഗൾഫിൽ നിന്ന് വരികയാണ്, സർപ്രൈസായിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വീട്ടിൽ വേറെ ആരും അറിയില്ല, ഉമ്മയും ഉപ്പയും ആരും അറിയില്ല കേട്ടോ വീട്ടിൽ. അപ്പോൾ എൻ്റെ കസിൻ്റെ കല്യാണം വരുന്നുണ്ട് ജൂലൈ 12-ന്. അപ്പോൾ ആ ഒരു കല്യാണം കൂടാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം. പക്ഷേ ഇപ്പോൾ അവൾ 2 മന്തും കൂടെ കഴിഞ്ഞിട്ട് വരിക എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അവൾ ആദ്യം പറഞ്ഞ ആ ഡേറ്റിന് തന്നെ അവൾ വരുന്നുണ്ട്. അപ്പോൾ അത് സർപ്രൈസ് ആക്കി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല, എന്നെ വിളിച്ച് പറഞ്ഞതായിരുന്നു വീട്ടിൽ ഫുഡൊക്കെ റെഡിയാക്കാനായിട്ട്. അപ്പോൾ അവളെ വിളിക്കാനായിട്ട് അവൾ അളിയനും നാത്തൂനൊക്കെ കേട്ടോ പോകുന്നത്. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് നമ്മളെ വീട്ടിലേക്ക് വരും. ഇവിടെ വന്നിട്ട് ഉമ്മാനും ഉപ്പനെയൊക്കെ കണ്ടിട്ട് പോകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും അവരുടെ റിയാക്ഷൻസൊക്കെ നമുക്ക് എങ്ങനെയെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ലച്ചുവിന് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് കേട്ടോ അവൾ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലച്ചുവിന് 1.5 വയസ്സായി. ലച്ചു ഫസ്റ്റ് ടൈമാണ് അവളെ കാണുന്നത്. അപ്പോൾ അവൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അവളുടെ അടുത്തേക്ക് പോകുമോ? വീഡിയോ കോളിലൊക്കെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ നേരിട്ട് കാണുമ്പോൾ അവളുടെ അടുത്തേക്ക് പോകുമോ എന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഏതായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. പിന്നെ എൻ്റെ ഫ്രണ്ട്സുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഒരുക്കുന്നത്. അപ്പോൾ ആ ചിക്കൻ ഫ്രൈക്കുള്ളതൊക്കെ നമ്മൾ രാത്രി തന്നെ കുഴച്ച് വെക്കാം കേട്ടോ. ലച്ചൊന്നും ഉറങ്ങിയിട്ടില്ല. ഇന്ന് ഞങ്ങളുടെ അമ്മ മരിച്ചിട്ട് 3 അപ്പോൾ നൈറ്റായിരുന്നു പരിപാടി. അത് കഴിഞ്ഞിട്ട് വന്നതിൻ്റെ ശേഷമാണ് ചിക്കനൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടോ, 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ കിടന്നപ്പോൾ. പിന്നെ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് നമ്മൾ പത്തിരി കറിയൊക്കെ തയ്യാറാക്കുകയാണ്. അപ്പോൾ ഇവരുടെ വിചാരം ശരിക്കും എൻ്റെ ഫ്രണ്ട്സുകളാണ് വരുന്നതെന്നാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എണീറ്റിട്ട് നമ്മൾ ഓരോ പണികളൊക്കെ പെട്ടെന്ന് തീർക്കുകയാണ്. അവർ വരുമ്പോഴേക്കും നമ്മൾ ക്ലീനിങ്ങും അതുപോലെ തന്നെ ഫുഡ് ഒരുക്കലൊക്കെ കഴിയണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ച് കിച്ചണിലൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോന്ന് തയ്യാറാക്കുകയായിരുന്നു. അപ്പോൾ 8 മണി 8:30 ആയപ്പോൾ തന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി, ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 9:30ക്കാണ് കുട്ടികൾ മദ്രസ ഇട്ട് വരിക. അവർ വന്നപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങളെ ഫ്രണ്ട്സുകൾ എപ്പോഴാണ് വരിക, ഞങ്ങൾ സ്കൂളിലേക്ക് പോകാനാകുമ്പോഴത്തേന് വരുമോ എന്നൊക്കെ. പിന്നെ സ്കൂൾക്ക് പോകാൻ പറഞ്ഞയക്കാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇന്ന് 12 മണി വരെ സ്കൂളുള്ളൂ. പിന്നെ അവൾ വരികയല്ല. അപ്പോൾ ഇന്ന് കുറച്ച് സമയം ഇവിടെ നിൽക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരെ പറഞ്ഞേക്കണില്ല. എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവിടെ പിടിച്ച് നിർത്താനാണ് പ്ലാനിങ്. അതുപോലെ തന്നെ ഉപ്പാക്ക് ഇന്ന് അടവായതുകൊണ്ട് ഉപ്പയും നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഉപ്പ ഒന്ന് അങ്ങാടി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രണ്ട്സുകൾ വരുമ്പോൾ വിളിക്കുക അപ്പം വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതായിരുന്നു. അതിനിടയ്ക്കാണ് ഇവിടെ കയറി വന്നത്. അതാരാണെന്നാണ് എന്നോട് കേറിക്കോട്ടെ വിളിച്ചപ്പോ അല്ല ആരാന്ന് പറയണ്ട. ഇങ്ങോട്ട് കേറിക്കാളി ഇവര് ചോർക്കാണ്. ഇപ്പൊ നാരാണ് പോയി. ഇപ്പൊ വരാ, എന്റെ ചങ്ങാഴ്ച വരുമ്പോ വരാറിന് പോയതാണ്. വരി ഇപ്പൊ കാണാൻ മനസ്സിലായിട്ടില്ല. അതാരാന്ന് ഇപ്പൊ മനസ്സിലായ? ആരാ മനസ്സിലായിട്ടില്ല? ഇപ്പൊ പണക്കൈ ചെറുതായ വെച്ച് കണ്ട സിനുവിനെ കണ്ട അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാണ്ട് അവർ ഫ്ലൈറ്റ് കുറച്ച് ലേറ്റായിരുന്നു. അപ്പോൾ 10 മണി ആയിട്ടുണ്ട് പെരയിലെത്തിയപ്പോൾ. അതിന് ശേഷം ഒരു ഫുഡൊക്കെ കഴിച്ച് ഇനി അവൾ ഹസ്ബൻഡ് വീട്ടിൽ തന്നെ ഇട്ട് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഉമ്മാനും ഉപ്പേനെയൊക്കെ കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ട് ഇവിടെ ഇറങ്ങിയതാണ്. നാളെ അവൾ ഇങ്ങോട്ട് തന്നെ വരും.
വല്യമ്മാനെ കാണാനൊക്കെ പോകാനുണ്ട്. വല്യമ്മ അമ്മായിൻ്റെ വീട്ടിലാണ്. അപ്പോൾ എല്ലാവർക്കും പോകാമെന്ന് പറഞ്ഞിട്ട് അവൾ നാളെ ഇങ്ങോട്ട് തന്നെ വരും. അപ്പോൾ ആ ഒരു വ്ളോഗും ഞാൻ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒറ്റ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അങ്ങനത്തെ അവൾ പോയതിന് ശേഷം എല്ലാവരും ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ വന്ന് ഇറങ്ങി പോയപ്പോൾ ഭയങ്കര ടെൻഷന്. അപ്പോൾ ഇതാ ഓരോരുത്തരായിട്ട് ഇങ്ങനെ എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും കൂടി ഇതാ സംസാരിച്ചിരിക്കുകയാണ് അതിനെപ്പറ്റി. അതിൻ്റെ ശേഷം ഇതാ വീട്ടിൽ ചക്കപ്പായൊക്കെ പഴുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അറുത്ത് കൊണ്ടുപോയി വെക്കുക, അവൾക്ക് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എടുത്ത് വെക്കുകയാണ്. കൊടുത്താളെ അതായിട്ട് ഞാൻ ഇത് നാളെ ആവും എടുക്കണ്ട നാളെ ഇത് വച്ചല്ല. അങ്ങനെ ഇത് അവൾ വന്നതിൻ്റെ പിറ്റേ ദിവസത്തെ കാര്യങ്ങളാണ് ഇവിടെ മുതൽ ഇൻക്ലൂഡ് ആക്കുന്നത്. ഞാനും ജ്യേഷ്ഠത്തെയും അനിയത്തിയും കൂടെ ഞങ്ങൾ വല്യമ്മാനെ കാണാൻ വേണ്ടിയിട്ട് അമ്മായിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ അമ്മായിക്കും അറിയില്ല കേട്ടോ ഇവൾ വന്നത്. ഞങ്ങൾ ആരും ഗ്രൂപ്പിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഓരോരുത്തരായ വീട്ടിലേക്കായിട്ട് ഇങ്ങനെ പോയിട്ട് അങ്ങനെ സർപ്രൈസ് കൊടുക്കുകയാണ് കേട്ടോ. ഞങ്ങളിവിടെ വന്നപ്പോൾ അമ്മായി ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ സർപ്രൈസ് ആകെ പൊളിഞ്ഞു. അപ്പോൾ ആ ഒരു റിയാക്ഷനും കാര്യങ്ങളും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. പിന്നെ അതിന് ശേഷം ഇതാ അമ്മായി വന്ന് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി സംസാരിക്കുമായിരുന്നു. പിന്നെ വല്യമ്മാനായിട്ട് സംസാരിക്കുക. വല്യമ്മക്ക് ആളെ മനസ്സിലായിട്ടില്ല കേട്ടോ. ഇപ്പോൾ ആരെയെന്നല്ല ആരും മനസ്സിലാവില്ല. നമ്മളെ മക്കളായാലും മരക്കളായാലും പേരക്കുട്ടികൾ ആരെയും തിരിച്ചറിയില്ല. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് കണ്ട് എന്തെങ്കിലുമൊക്കെ പറയാമെന്നല്ലാതെ അങ്ങനെ കൂടുതൽ ഓർമ്മയും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ വല്യമ്മ ഇങ്ങോട്ട് വന്നിട്ട് ഒരാഴ്ചയോളം ആയിട്ടുണ്ട്. അപ്പോൾ അവൾ വന്ന സ്ഥിതിക്ക് ഏതായാലും ഇങ്ങോട്ട് വന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വന്നതാണ്. എന്താ പോവാ നമ്മള് കൊടിഞ്ഞിക്കോവല്ല കാക്കാൻ്റെ അടുത്ത് പോവാ. അങ്ങനെ ഞങ്ങൾ അമ്മായിൻ്റെ അവിടെ നിന്നൊക്കെ വന്ന് പിന്നെ കുട്ടികളെ സ്കൂളിൽ തന്നതിന് ശേഷം പെട്ടിയൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടി പൊളിക്കാന്ന് വെച്ചാൽ അവൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആ കുട്ടികൾക്കൊക്കെ ഓരോരുത്തർക്കായിട്ട് കൊടുത്ത്. അപ്പോൾ സച്ചുവിനും ലച്ചുവിനും കിട്ടിയത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് സച്ചു ഇതൊക്കെ നിരത്തി വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മുടെ കസിൻ്റെ കല്യാണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സർപ്രൈസ് വ്ളോഗിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ സർപ്രൈസ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.